ഇന്ത്യ ബൈക്ക് വീക്കിൻ്റെ 10th എഡിഷൻ ഈ വരുന്ന ഡിസംബർ 8-9 വാഗത്തൂർ ഗോവയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. 2013 IBW ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ 10th എഡിഷനിലേക്ക് അതെത്തി. ഒരു ബിഗ് മോട്ടോർ സൈക്കിൾ ഫെസ്റ്റിവൽ തന്നെ ആയി മാറി IBW എന്ന് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ കൊല്ലം അതിന് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തോ അയ്യോ IBWന് പോയില്ലേ എന്നൊക്കെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തി. അതുകൊണ്ട് പിന്നെ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു IBWന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബൈക്ക് ലോഞ്ചസും അതുപോലെ വേറെ എന്തൊക്കെയാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാം. വെൽക്കം ടു പൈലറ്റ് ഓൺ വീൽസ്. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് ബാബു ആൻ്റണി. അതിലൊരു പക്ഷേ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആകാൻ പോകുന്ന ഒരു ലോഞ്ച് അപ്രിലിയ RS 457 ആണ്. യെസ്, ഒരുപാട് സ്നീക്ക് പീക്കൊക്കെ നമ്മൾ അവിടെയും ഇവിടെയും കണ്ടു. മോട്ടോ GPയിൽ നമ്മൾ റിയലായിട്ട് നേരിട്ടത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് ഫൈനലി അതിൻ്റെ പ്രൈസും അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചും IBWയിൽ വെച്ച് അപ്രിലിയ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഇന്ത്യൻ മെയ്ഡാണ് RS 457. അതുകൊണ്ട് തന്നെ പ്രൈസിങ് കുറച്ചൊക്കെ കോമ്പറ്റേറ്റീവ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ US മാർക്കറ്റിലോ യൂറോപ്പിലോ മറ്റോ ഈ അടുത്ത് പ്രൈസ് അനൗൺസ് ചെയ്തു. കുറച്ച് ഓൺ ദി ഹയർ സൈഡ് ആയിരുന്നു. അതൊരു പക്ഷേ ഇവിടുന്ന് എക്സ്പോർട്ടായി പോകുന്നതുകൊണ്ടായിരിക്കണം. നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ബൈക്കാണെന്നുള്ള രീതി നോക്കുമ്പോൾ പ്രൈസ് കുറച്ചും കൂടി കുറയേണ്ടതാണ്. ഐ എം എക്സ്പെക്ടിങ് സംവർ അറൌണ്ട് 4 lakhs. അതൊരു ഡീസൻറ്റ് പ്രൈസ് ആയിരിക്കണം അപ്രിലിയ RS 457. അടുത്ത 3 ബൈക്കും കാവാസാക്കിയുടെ സൈഡിൽ നിന്നാണ്. അതിലൊരു പക്ഷേ ലീസ്റ്റ് എക്സൈറ്റിംഗ് W175 ഒരു അപ്ഡേറ്റ് വരുവാണ്. W175 നമുക്കറിയാം ഇന്ത്യയിൽ ലോഞ്ച് നടന്നു. കുറച്ചൊക്കെ മീഡിയാസ് അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ കവർ ചെയ്യുന്നല്ലാതെ ഞാൻ ഒരൊറ്റ എണ്ണം പോലും റോഡിൽ കണ്ടില്ല. ഇറ്റ് ഈസ് പ്യൂർലി ഓവർ പ്രൈസ്ഡ്. കാവാസാക്കിയുടെ ബൈക്സ് ഓവർ പ്രൈസ്ഡ് ആണ്. ടു എൻ എക്സ്റ്റെൻഡ് അവരുടെ സർവീസും പാർട്സും ഓവർ പ്രൈസ്ഡ് ആണ്. ഇറ്റ്സ് നോട്ട് സംതിങ് സർപ്രൈസിങ് എന്നോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് W175 കുറച്ച് പ്രൈസ് കുറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത പുതിയ W175 സ്പോക്ക് വീൽ മാറി അലോയ് വീലാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വില കൂടാനാണ് ചാൻസ് അത്രേ. എന്തായാലും ഒരു 177cc എഞ്ചിനാണ് വരുന്നത്. അതിന് 12.8 ഹോഴ്സ് പവറും 13.8 Nm ടോർക്കും വരുന്നുണ്ട്. ഇനിയും പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. എന്തൊക്കെയായാലും അതാണ് W175 വിശേഷങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. അടുത്ത ബൈക്കാണ് കാവാസാക്കി എലിമിനേറ്റർ. ഇതിന് മുന്നേ ഇന്ത്യയിൽ വന്നതാണല്ലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ എൻ്റെയൊക്കെ സെയിം പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾക്ക് ചെറുപ്പകാലത്ത് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ട് അന്തം വിട്ടുപോയ ബൈക്കാണ് കാവാസാക്കി എലിമിനേറ്റർ. ഒരു പക്ക ക്രൂസർ ബൈക്ക്. 180cc എഞ്ചിനായിരുന്നു അന്നതിന് വന്നത്. പിന്നീട് കാവാസാക്കി ബജാജിൻ്റെ ടൈപ്പ് എല്ലാം ബ്രേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സെയിം ബൈക്ക് ബജാജ് അവഞ്ചർ എന്നുള്ള പേരിൽ കിട്ടി. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സെയിം 180cc എഞ്ചിനും പിന്നീട് നമ്മൾ കുറേ നാൾ മാർക്കറ്റിൽ കണ്ടിന്യൂ നമ്മൾ കണ്ടു. എന്തായാലും അത് പഴയ കാവാസാക്കി എലിമിനേറ്റർ. പുതിയ എലിമിനേറ്റർ ഈസ് സംതിങ് ബ്രാൻഡ് ന്യൂ. ഈ പുത്തൻ എലിമിനേറ്ററിന് വരാൻ പോകുന്നത് ഒരു 2 സിലിണ്ടർ 451cc എഞ്ചിനാണ്. ഇത് നമ്മൾ 270° ക്രാങ്ക് പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ 180° ക്രാങ്ക് ആയിരിക്കും. അതായത് നമ്മുടെ നിഞ്ച 400 കണ്ട സെയിം എഞ്ചിൻ ആവാനാണ് ചാൻസ്. ഇപ്പോൾ നിഞ്ച 400 അവർ നിഞ്ച 500 റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് May ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റിയും 500 ഒന്നുമില്ല, 440 സംതിങ് ആണുള്ളൂ. സോ ഐ എം എക്സ്പെക്ടിങ് ദ സെയിം എഞ്ചിൻ ഇൻ കാവാസാക്കി എലിമിനേറ്റർ. സെയിം എഞ്ചിനാണെങ്കിൽ കുറച്ച് ഡീറ്റ്യൂൺഡ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. 45 ഹോഴ്സ് പവർ ആയിരിക്കും മാക്സ് പവർ. അതുപോലെ തന്നെ ടോർക്ക് വരാൻ പോകുന്നത് 42.6 Nm ആണ്. പക്ഷേ അതിൻ്റെ ഫോട്ടോസും ഇമേജസും എല്ലാം നമ്മൾ കണ്ടു. ഇറ്റ് ലുക്സ് സ്റ്റണ്ണിങ്. എല്ലാവർക്കും പരാതിയായിരുന്നു ലോവർ സെഗ്മെൻറ്റ് മൾട്ടി സിലിണ്ടർ ബൈക്സ് ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിടിച്ചു 2 എണ്ണം ആയില്ലേ. അപ്രിലിയ 457 ആയി, എലിമിനേറ്റർ 451 ആയി. കാവാസാക്കി എലിമിനേറ്ററിൻ്റെ പ്രൈസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നോ ഐഡിയ. അവർ എങ്ങനെ പ്രൈസ് ചെയ്യുന്ന അറിയില്ല. നിഞ്ച 400 ലാസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് 5 lakhs നോർത്തായിരുന്നു അതിൻ്റെ പ്രൈസ്. സോ ആ ഒരു സെയിം ബോൾ പാർക്കിൽ വരും എന്നാണ് എൻ്റെ ഒരു അറിവ്. അടുത്തത് കാവാസാക്കിയുടെ തന്നെ ഒരു വെടിച്ചീള് മിസൈലാണ് ZX6R. നമ്മൾ ZX4R ഈ അടുത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് കേട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ZX6R വരുന്നത്. ZX6Rൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 129 ഹോഴ്സ് പവർ പ്യുവർ ഹോഴ്സസ് ആണ് അതിൽ നമുക്ക് കിട്ടുന്നത്. 69 Nm ടോർക്കും വരുന്നുണ്ട്. ഒരു പക്ക ഹൈ റെവിങ് ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനായിരിക്കും. നമ്മുടെ 650 സീരീസൊക്കെ ട്വിൻ സിലിണ്ടർ ഒരു ടൂറിംഗ് സെറ്റപ്പ് ബൈക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് പക്ക ZX10Rൻ്റെ ഒരു കുഞ്ഞനിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിന് മുന്നേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്നു. ആ സെയിം മോഡൽ CBU ആയിട്ടായിരിക്കും നമുക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എക്സ്-ഷോറൂം പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 12 lakhs ആയിരിക്കും. സോ ഓൺ ദി റോഡ് പ്രൈസ് വിൽ ബി ക്ലോസ് ടു 16 lakhs. അടുത്തൊരു കൺഫർമേഷൻ കിട്ടിയത് അത് ലാസ്റ്റത്തെയാണ്, 5ാമത്തെ നമ്മുടെ ഹാർലി X440 ഒരു കസ്റ്റമാണ്.
രജ്പുതാന കസ്റ്റംസ് ചെയ്ത ഒരു അടിപൊളി സ്ക്രാംബ്ലർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബൈക്ക് അവർ ഷോക്കേസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. X440 നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഫീച്ചർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ രജ്പുതാന കസ്റ്റംസിൻ്റെ ബൈക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ X440 കാണാനും പോകുന്നത്. ഈ ഒരു 5 മോഡൽസാണ് നമുക്ക് കൺഫേം ആയിട്ടും അവിടെ കാണാൻ പറ്റുന്ന ഉറപ്പായിട്ടില്ല. ഇതല്ലാതെ മറ്റ് ഒരുപാട് മോഡൽസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ട്രയംഫ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ട്രയംഫിൻ്റെ കുറേ കസ്റ്റം മോഡൽസും ട്രയംഫിൻ്റെ എല്ലാ മോഡൽസും എല്ലാം അവിടെ കാണാൻ പറ്റും. വി ആർ നോട്ട് എക്സ്പെക്ടിങ് സർപ്രൈസസ് എന്നോൾ. പക്ഷേ എന്നാലും ട്രയംഫ്, BMW, മോട്ടോറാഡ് ഇതുപോലത്തെ ബ്രാൻഡുകളെല്ലാം അവിടെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരുപാട് കസ്റ്റം ബൈക്സും നമുക്ക് അവിടെ കാണാൻ എന്തായാലും പറ്റും. പിന്നെ IBW ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബൈക്സ്, ഇറ്റ്സ് ലാർജർ ദാൻ ബൈക്സ്. അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു ഫുഡ്, ഡ്രിങ്ക്സ്, ഫ്രണ്ട്ഷിപ്പ്, സോങ്സ്, അങ്ങനെ ഒരു മൊത്തം വൈബാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ എല്ലാം വീഡിയോ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. യൂട്യൂബിൽ ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും വരുന്നത്, കാരണം വലിയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം എടുക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൽ ലൈവായിട്ടുള്ള സ്റ്റോറീസും റീൽസും പോസ്റ്റുകളെല്ലാം നമുക്ക് ഓൺ ദ സ്പോട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ അപ്ഡേറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.